ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനുള്ള KSRTCയുടെ തീരുമാനം വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. കോർപ്പറേഷനിൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായ പ്രൈവറ്റ് ബസ് ഉടമകളുടെ ആവശ്യമായിരുന്നു തങ്ങളുടെ വാഹനങ്ങൾ KSRTC ഏറ്റെടുക്കണമെന്നത്. വിവാദങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് പുതിയൊരു വിവാദം കൂടി തലപൊക്കുകയാണ്. KSRTC പ്രൈവറ്റ് ബസ്സുകൾ ലീസിനെടുത്ത് സർവീസ് നടത്താൻ തീരുമാനിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. KSRTC ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. ഓർഡിനറി ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിലും അതോടൊപ്പം തന്നെ ദീർഘദൂര സർവീസുകളിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ബസ്സുകൾ ലീസിനെടുക്കുന്നു എന്നാണ് KSRTC വ്യക്തമാക്കുന്നത്. KSRTC ഗതാഗത മന്ത്രി അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ സ്കാനിയ ബസ്സുകൾ വന്നപ്പോഴും ഇത്തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. KSRTC ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും, മറ്റൊരു കമ്പനിയായി രൂപീകരിക്കുന്നു എന്നതൊക്കെയായിരുന്നു ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. KSRTC ഇങ്ങനെ ബസ്സുകൾ ലീസിനെടുക്കുമ്പോൾ ജീവനക്കാരുടെ എണ്ണം അത് ഗണ്യമായി KSRTCയിൽ കുറയുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ ഡ്രൈവർമാരെ ഈ വാടകയ്ക്ക് നൽകുന്ന ബസ്സിൻ്റെ ഉടമകൾ തന്നെ നൽകും. കണ്ടക്ടറെയാണ് KSRTC നിയമിക്കുന്നത്. ഗതാഗത മന്ത്രി പറയുന്നത് ബസ്സുകൾ വാടകയ്ക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് ലീസിനെടുക്കുന്നു. ഒരു നിശ്ചിത കിലോമീറ്ററിന് തുക തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ശബരിമലയിലടക്കം ഈ സർവീസുകൾ പ്രയോജനപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി പറയുകയും ചെയ്യുന്നു. പ്രിയദർശിനി സർവീസുകൾ വന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് ഗതാഗത വൃത്തങ്ങൾ അല്ലെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. ആ പദ്ധതി ഇങ്ങനെയാണ്: ഒരു നിശ്ചിത കിലോമീറ്ററിന് തുക വാടകയായി ബസ്സുകൾക്ക് നൽകുന്ന 55 രൂപയാണ് ഒരു കിലോമീറ്റർ വാടകയായി ഉടമകൾ ചോദിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ തന്നെ ദീർഘദൂര സർവീസുകൾക്ക് ചില വാടക നൽകിക്കൊണ്ടുള്ള ബസ്സിൻ്റെ ഓട്ടങ്ങൾ ഉണ്ട്. അതിന് നൽകുന്നത് 17 രൂപയാണ് പരമാവധി, ഡ്രൈവർക്ക് 4 രൂപ. ആ തരത്തിലാണ് 21 രൂപ വരെയൊക്കെയാണ്, 20 രൂപ വരെയൊക്കെയാണ് പരമാവധി നൽകുന്നത്. ആ തരത്തിൽ ഒരു തുക നിശ്ചയിച്ചേക്കും എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. ഇതിൻ്റെ മെയിൻ്റനൻസ്, മറ്റ് ഇൻഷുറൻസ്, ടയറിൻ്റെ മാറ്റം, ഇതിൻ്റെ ചിലവെല്ലാം തന്നെ ബസ്സിൻ്റെ ഉടമ നിറവേറ്റേണ്ടതുണ്ട്. അതേസമയം ഇതിൻ്റെ ഇന്ധനം അത് സർക്കാർ നൽകും. അങ്ങനെ ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം. നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ ഈ ഓണക്കാലം തന്ന് തരികയാണെങ്കിൽ ഞങ്ങൾ അതാത് ദിവസത്തെ കളക്ഷൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അത്രയും വിശ്വാസം KSRTCയെ കുറിച്ച് ആളുകൾക്കില്ലാത്ത പ്രശ്നമുണ്ട്. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. KSRTC ഇപ്പോൾ കറണ്ടായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിലൈസ്ഡ്. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.